നമസ്കാരം, ഞാൻ ഡോക്ടർ സെബിനസ് കൊട്ടാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ നിന്നും ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരത്തിലുള്ള മന്നവണ്ണൂർ എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ കൂടെ ചെന്നാൽ കേരള തമിഴ്നാട് ബോർഡറിലുള്ള ക്ലാവറൈ എന്ന സ്ഥലത്ത് എത്തും. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു പുതിയ പാത സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. നിലവിലുള്ള പഴയ ആലുവ മൂന്നാർ റോഡ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത രാജപാതയാണ് ആലുവ മൂന്നാർ റോഡ്. അത് 100 വർഷം മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആ റോഡ് നശിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ആ റോഡ് പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടില്ല. വന ഭാഗത്തായിട്ട് ആ റോഡിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. വലിയ കുന്നോ ഒന്നും ഇല്ലാത്തൊരു റോഡാണ്. ആ റോഡ് കോതമംഗലത്തു നിന്ന് കുട്ടമ്പുഴ, മാങ്കുളം, പെരുമ്പംകുത്ത് വഴി മൂന്നാറിലേക്ക് എത്തുന്നതാണ്. ഇപ്പം മൂന്നാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു റോഡായിട്ട് ഈ പഴയ ആലുവ മൂന്നാർ റോഡിനെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അടിമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരാതെ തന്നെ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ തന്നെ മൂന്നാറിൽ നിന്ന് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് അല്ലെ മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ആളെ കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. ഒപ്പം ടൂറിസം രംഗത്ത് വലിയൊരു വികസനമായിരിക്കും. അതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയുന്ന ഒരു റോഡാണിത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ ഇടുക്കി സ്പെഷ്യൽ എന്ന് പറഞ്ഞ സപ്ലിമെൻ്റിൽ ഞാൻ കവർ സ്റ്റോറി ആയിട്ട് എഴുതിയിരുന്നു. മൂന്നാർ അടുത്തുള്ള കോട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കേരള തമിഴ്നാട് ബോർഡറാണ്. കോട്ടാക്കമ്പൂരിൽ നിന്ന് നിലവിൽ വനത്തിലൂടെ ആളുകൾ നടന്ന് തമിഴ്നാട് ഈ ക്ലാവറൈ ഭാഗത്തേക്ക് വരാനായിട്ട് അവിടുന്ന് 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ, റോഡിൽ യാത്ര ചെയ്താൽ കൊടൈക്കനാലെത്തും. അപ്പോൾ ക്ലാവറയിൽ എത്താനായിട്ട് വനത്തിലൂടെ ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വനപാതയാണ്. ക്ലാവറയിൽ നിന്നൊരു 3 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള കോട്ടാക്കമ്പൂരിലെത്തും. അപ്പം ഈ വനപാത ഗതാഗത യോഗ്യമാക്കി ഒപ്പം ഈ പഴയ ആലുവ മൂന്നാർ റോഡ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലോട്ട് എത്താനായിട്ട് അതിൻ്റെ 45 കിലോമീറ്റർ ലാഭം ഉണ്ടാകും. ടൂറിസം രംഗത്തും ഈ പറയുന്ന കുട്ടമ്പുഴ, മാങ്കുളം, ഈ പറയുന്ന കൊടൈക്കനാലിൻ്റെ ഈ മന്നവണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ വലിയൊരു വികസനത്തിന് സഹായിക്കും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാ ആശംസകളും.